നമുക്കിന്നൊരു ബൺ സാൻഡ്വിച്ച് റെസിപ്പി നോക്കിയാലോ. അതിനായി ആദ്യം ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടി ക്യാബേജ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കക്കിരി ചെറുതായി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ പകുതിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മയോണൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മയോണൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് മയോണൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ കൊതിയായാലും നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അതിനിടയിൽ ഏതോ ഒരു കൈ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബന്ന് വേണം. ഇതുപോലെ ബന്ന് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ബന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട. ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നടുക്ക് ഫില്ലിങ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളവ അതുപോലെ ചെയ്തെടുക്കാം. വെജിറ്റബിൾ കൊണ്ടുള്ള ഇങ്ങനത്തെ റെസിപ്പീസും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓരോ ബൺസായി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഓവറായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് 2 ടൂളാണ് നമുക്ക് വേണ്ടത്. ഒരു ചട്ടുകവും ഒന്ന് നമ്മുടെ കൈയും. ഇത് പാനിൻ്റെ പുറത്തേക്ക് ഓടിപ്പോകാതെ നോക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പുറത്തെ സൈഡും ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ്. സാൻഡ്വിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ അതേ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ചിക്കൻ ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.